നമസ്കാരം, എല്ലാവർക്കും ZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ വീഡിയോയുടെ തമ്പനയിൽ കണ്ട പോലെ തന്നെ PSC പഠനത്തിന് ഇറങ്ങുന്നവര്, PSC ആവട്ടെ, ഏതൊരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആവട്ടെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഏതൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, പുതുതായിട്ടൊരു കാര്യം നമ്മൾ തുടങ്ങാൻ പോകുന്ന സമയത്ത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, നമ്മൾ പ്രതിസന്ധികളെ ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനു മുൻപ് തന്നെ കണ്ടന്റിലേക്ക്, കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ല, കണ്ടന്റിലേക്ക് പോവാം. ഈ ഒരു ബ്ലാക്ക് ബോർഡിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, സ്റ്റഡി എക്സാം ഗവൺമെന്റ് ജോബ്. ഗവൺമെന്റ് ജോബിന്, ഏതൊരു ഗവൺമെന്റ് ജോബിനും തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ വാട്ട് അതേഴ്സ് തിങ്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്നറിയാവോ? ആദ്യമേ തന്നെ നമ്മൾ പഠിച്ചാൽ നേരെ പോയി പരീക്ഷ എഴുതുന്നു, പരീക്ഷ വിജയിക്കുന്നു, നേരെ നമ്മൾ പോകുന്നത് ഗവൺമെന്റ് ജോലിയിലേക്കാണ്. നമ്മൾ അവിടെ ഗവൺമെന്റ് ജോലി കിട്ടി, നമ്മൾ ഹാപ്പി, ലൈഫ് സെറ്റ്. ഈ ഒരു പ്രതീക്ഷയിൽ ഇറങ്ങുന്ന ആളുകളാണ്, ആദ്യം തന്നെ ഒന്നും അറിയാതെ ഇറങ്ങുന്ന ആളുകളാണ്. ഇങ്ങനെയാണ്, പഠിച്ച് ജോലി കിട്ടി, എക്സാം എഴുതി, റാങ്ക് ലിസ്റ്റിൽ കയറി, കിട്ടും. പക്ഷേ ജോലി കിട്ടുന്നുള്ള കാര്യമൊക്കെ ഓക്കെയാണ്, പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പക്ഷേ ഈ ഒരു ജേർണിയിൽ നിന്ന് ഈ ഒരു ജേർണിയിലേക്ക് എത്തുക എന്നുള്ളത് നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ ഒരു എളുപ്പമുള്ള പരിപാടിയല്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കടന്നു പോകുന്ന കുറച്ച് സന്ദർഭങ്ങൾ, ഒരുപാട് മാനസികമായിട്ട് നിങ്ങൾ നേരിടുന്ന മെന്റലി, ഫിസിക്കലി ഇമോഷൻസ്, ആളുകളുടെ കളിയാക്കലുകൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നേരിടുന്നത്. യെസ്, ഒരൊറ്റ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് ബോർഡിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളിൽ നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നു. നമ്മൾ ആദ്യം പോകുന്നത് പഠനം, ഹാർഡ് വർക്കാണ്. അതിൻ്റെ കൂടെ സ്മാർട്ട് വർക്ക് ചെയ്യണം, അല്ലെ? നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെന്ന് മൈൻഡ് സെറ്റ് ആക്കിയതിന് ശേഷം അതിനു വേണ്ടിയിട്ട് പഠനം ആരംഭിക്കുന്നു. ഫസ്റ്റ് ആരംഭിക്കുന്ന സമയത്ത് ഒരു ദിവസം പഠിക്കും, ഭയങ്കര കാര്യമാണ്, പഠിച്ച് ഞാൻ മടുക്കും, ഞാനിപ്പോൾ മലർത്തി അടിക്കുന്നൊക്കെ രീതിയിൽ അങ്ങോട്ട് തുടങ്ങും. സെക്കൻഡ് ഡേ, തേർഡ് ഡേ, മൂന്നാമത്തെ ഡേ ആകുമ്പോൾ ബുക്ക് അടച്ചു വെച്ച് അവിടെ കിടന്ന് ഉറങ്ങും. പിന്നെ അവിടെ ഇന്ന് പഠിച്ചില്ല, ഇത്ര ദിവസം പഠിച്ചില്ലേ, പഠിക്കണ്ട, നെക്സ്റ്റ് ഡേ പിന്നെ പഠിക്കാം. ഇല്ലാത്തൊരു സാധനമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഒരു ദിവസം പഠിച്ചു, 2 ദിവസം പഠിച്ചു, 3 ദിവസം പഠിച്ചു, ആദ്യത്തെ ദിവസം പഠിക്കുമ്പോൾ 10-12 മണിക്കൂർ ഇരുന്ന് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അത് പറ്റുന്ന സാധിക്കുന്ന ആളുകളുണ്ട്. അത് നമുക്ക് പതുക്കിയേ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഡേ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു 1 hour പഠിക്കുന്നു, സെക്കൻഡ് ഡേ 1 hour പഠിക്കുന്നു, ഒരാഴ്ച 1 hour പഠിക്കുന്നു, അത് പിന്നെ ഒരു പതുക്കെ 1.5 hour ആക്കുക, 2 ആക്കുക, അങ്ങനെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ സെക്കൻഡ് നമ്മൾ പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്തു, കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ആ ഒരു മൊമെന്റിലേക്ക് എത്തി. ഇനിയാണ് മക്കളെ കിടക്കുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഫാമിലി പ്രഷർ നമുക്ക് വരുന്നത്. ഇതൊക്കെ എല്ലാ ഉദ്യോഗാർത്ഥികളുടെ ലൈഫിലും കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പം ആൺകുട്ടികളാണെങ്കിൽ ഒരു പർട്ടിക്കുലർ മൊമെന്റ് എത്തുമ്പോൾ പഠിച്ചുകൊണ്ട് നടക്കുവാണെങ്കിൽ പറയും, വല്ല ജോലിക്കും പൊക്കൂടെ നിനക്ക്, വീട്ടിൽ നിന്നാണെങ്കിലും എത്ര നാളായി ഈ PSC അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനിരിക്കുന്നു, വല്ലതും നടക്കുമോ, വല്ല പണിക്ക് പോടാ. ഇനി ഏത് ലേഡീസ് ആവട്ടെ, എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ കോച്ചിങ് സെന്ററിലേക്ക് പോകാൻ 1 വർഷമായിട്ട് പോകാമെന്ന് വിചാരിക്കുക. ഈ ആളുകളൊക്കെ കാണുകയാണ്, ഇവരുടെയൊക്കെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ PSC എല്ലാ മാസം PSC പരീക്ഷ നടത്തി പിറ്റത്തെ മാസം തന്നെ റാങ്ക് ലിസ്റ്റ് വന്ന് നമ്മൾ ജോലി കയറുക. അപ്പം എന്താണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടുന്നതാണ്. 1 year 2 year ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ആളുകളുടെ ഒരു ചോദ്യമുണ്ട്, നിന്റെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ തീർന്നു അല്ലേ, അവന് ജോലി കിട്ടി, നിന്നെ പോലെയാണോ, പോയി അങ്ങനെ വല്ലതും ചെയ്യുക, അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൊടുക്കുന്നു. ഫാമിലി പ്രഷർ, മക്കളുള്ള ഒരു കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ മക്കളുടെ പ്രഷർ, ഹസ്ബൻഡ്, മദർ ഇൻ ലോ, അങ്ങനെ ഫാമിലി, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രഷേഴ്സ് ആയിരിക്കും നിങ്ങൾ നേരിടാൻ പോകുന്നത്. അടുത്തതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ആൻസൈറ്റി എന്ന് പറയുന്നത്. ആൻസൈറ്റി. ഇപ്പം നമ്മൾ പഠിച്ച് നമുക്ക് കിട്ടുമോ, അയ്യോ എനിക്ക് പഠിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഉദ്ദേശിച്ചത്, ഞാൻ പഠിച്ചു ജോലി കിട്ടുന്നില്ല, ഞാൻ പഠിച്ചു പക്ഷേ എനിക്ക് ജോലി കിട്ടുന്നില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ പഠിച്ചാൽ കിട്ടുമോ, ഞാനൊരു 10th ക്ലാസ്സിലോ അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോൾ ഞാനൊരു ഭയങ്കര ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, എനിക്കത് കിട്ടുമോ, അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇപ്പം നിങ്ങൾ ഹാർഡ് വർക്ക്, ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും.
ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ആൻസൈറ്റി മൂലമാണ് PSCയിൽ ജോലി കിട്ടാതെ പോകുന്നതും PSC എന്നല്ല ഏതൊരു എക്സാമിനാണെങ്കിലും പഠനം നിർത്തുന്നതും ഒക്കെ ഈ ആൻസൈറ്റിയാണ്. ഞാൻ ജോലിക്കിപ്പം LDC എക്സാമിന് തന്നെ ഒരുപാട് പേര് ജോലി റിസൈൻ ചെയ്തിട്ട് പഠിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. ഒരുപാട് പേര് പ്രൈവറ്റ് ജോബിൽ നിർത്തി വെച്ചിട്ട് ലാസ്റ്റ് മന്തിലേക്ക് ഇരുന്ന് കഠിനമായിട്ട് പഠിക്കുന്നവരുണ്ട്. അവരൊക്കെ ഭയങ്കരമായിട്ടുള്ള ആൻസൈറ്റിയിലൂടെ കടന്നു പോകുന്നവരാണ്. എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ, അന്ന് ദിവസം എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇനി എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, പേനയുടെ മഷി തീർന്ന എന്ത് ചെയ്യും, അവിടെ ജോലി കിട്ടിയതിന് ശേഷം പഠിച്ച് ജോലി കിട്ടിയതിന് ശേഷം എനിക്കറിയാൻ വയ്യ, ജോലി ചെയ്യാൻ എനിക്കറിയാൻ വയ്യ. അതിന് മുൻപേ ഇവിടെ ആൻസൈറ്റി തുടങ്ങി. ആൻസൈറ്റി ഇനിയാണ് ഏറ്റവും വലിയ കാര്യം, സാക്രിഫൈസസ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ, അതൊക്കെ വിൽ പവറുള്ള ആളുകൾക്ക് പറ്റുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഉറക്കം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, ഇഷ്ടമുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി എന്തെങ്കിലും കല്യാണങ്ങൾക്ക് പോകേണ്ടതോ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകുന്ന ടൈം, അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ, നമ്മുടെ ഫോണിൻ്റെ അഡിക്ഷൻ, അല്ലെങ്കിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈം, യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈം, അതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, സാക്രിഫൈസ് ചെയ്യേണ്ടി വരും കേട്ടോ. സാക്രിഫൈസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് വരുന്നതോ ഏകാന്തത. അയ്യോ, ഭയങ്കരമായ ലോൺലിനെസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. ഇതൊക്കെ എനിക്കറിയാം. ഈ വീഡിയോ കാണാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മേഖല ഇതൊക്കെയാണോ? ഇത് നിങ്ങൾ മാത്രമല്ലടേ, എല്ലാവരും ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഈ മേഖലയോടെ കടന്നു പോകുന്നുണ്ട്. ലാസ്റ്റ് ചിലപ്പോൾ ഇവിടെ എത്തുമ്പോഴായിരിക്കും ആൻസൈറ്റി മൂലം നിർത്തിപ്പോകുന്ന ആളുകളുണ്ട്, ഫാമിലി പ്രഷർ കൊണ്ട് നിർത്തിപ്പോകുന്ന ആളുകളുണ്ട്. ഇനി എല്ലാം കഴിഞ്ഞ് ഒറ്റപ്പെടാൻ തോന്നും. ഭയങ്കരമായിട്ടുള്ളൊരു വിഷയം എക്സാം. ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീലാണത്, ഭയങ്കരമായിട്ടുള്ള ഫീലാണ് ലോൺലിനെസ്. ആരുമില്ലായ്മ, ഭയങ്കരമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തോന്നുന്നു, ഭയങ്കരമായിട്ട് നമ്മൾ എക്സോസ്റ്റഡ് ആയിപ്പോവും. അങ്ങനൊരു മൊമെൻറ്റ്. അതിനുശേഷമാണ് നമ്മളുടെ എക്സാം വരുന്നത്. പഠിച്ചു, കാര്യങ്ങളൊക്കെ പഠിച്ചു, ഫസ്റ്റ് ട്രയൽ കൊടുത്തു. ആദ്യം തന്നെ പോയി ജയിക്കണമെന്നില്ലടേ, ഫസ്റ്റ് ട്രയൽ പോയി തോറ്റു, പിന്നെയും പോയി എക്സാം എഴുതി, ഈ ഒരു സ്റ്റേജസിലൂടെയൊക്കെ തോറ്റു, പിന്നെയും ഫെയിലിയർ ആണ്. ദെൻ ലാസ്റ്റ് പിന്നെയും പോയി. പക്ഷെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നു. നമ്മൾ പഠിച്ച് നമ്മൾ എങ്ങോട്ടേക്ക് പോയി, ഗവൺമെൻറ് ജോലിയിലേക്ക് നീട്ടുന്നു. ഇത്രയും കാര്യങ്ങളിലൂടെ മാനസികമായിട്ട് സഞ്ചരിച്ചുകൊണ്ടാണ് ഒരു ഉദ്യോഗാർത്ഥി ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. പഠിച്ച് കഷ്ടപ്പെട്ട് 1 വർഷവും 2 വർഷവും ഒക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മൾ ജോലിക്കായിട്ട് റെഡി ആയിട്ട് തയ്യാറെടുത്ത് പോയി പരീക്ഷ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ടൈം നിങ്ങൾ തോൽക്കാം, സെക്കൻഡ് ടൈം തോൽക്കാം, പക്ഷേ വിട്ടുകൊടുക്കരുത്. നമ്മളൊരു UPSC, നമ്മുടെ ഇന്ത്യത്തെ മോസ്റ്റ് അവസ്റ്റ് എക്സാം എന്ന് പറയുന്നതാണ് UPSC എക്സാം എന്ന് പറയുന്നത്. 12 അവർ 13 അവർ 14 അവർ ഒക്കെ പഠിക്കുന്ന നമ്മളുടെ ആസ്പിരൻസ് ഉണ്ട്. അവരൊക്കെ അവരോട് തന്നെ ചോദിച്ചറിയാം, അവർ കടന്നു പോകുന്ന ഭയങ്കരമായിട്ടുള്ളൊരു ഫ്രസ്ട്രേറ്റഡ് ആണ്, ഭയങ്കരമായിട്ടുള്ളൊരു ഡിഫിക്കൽട്ട് ടൈമിലൂടെയാണ് അവരുടെ ഒരു മെൻ്റലി ഒക്കെ ഇമോഷണലി ഒക്കെ അവർ കടന്നു പോകുന്നത്. അത്രയും ടഫായിട്ടുള്ളൊരു എക്സാം അല്ല നമ്മൾ എഴുതാൻ പോകുന്നതെന്നുള്ളത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. പാസ്റ്റ് ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, ഡസൻ മാറ്റർ. അതൊരു ഇതേ അല്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു അതിനുള്ള റിസൾട്ടാണ്. ഇപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്, എഫേർട്ട് ഇടുന്നത്, അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് നാളെ കിട്ടുന്നത്. അല്ലാതെ നമ്മൾ ഇപ്പം എന്ത് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. കഴിഞ്ഞതൊക്കെ പോയി, എവറിത്തിങ് ഈസ് പാസ്റ്റ്. അത് ഓർത്തിരുന്നിട്ട് കാര്യമില്ല. എനിക്കപ്പോൾ അങ്ങനെ ചെയ്യാമായിരുന്നു, എനിക്കിപ്പോൾ ഇങ്ങനെ പഠിക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതൊക്കെ കോമൺ ആണ്, ഇതൊക്കെ സാധാരണയാണ്. എല്ലാ ആളുകളും ഇതിലൂടെയൊക്കെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ മനസ്സിലാക്കണം, എവിടത്തെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് പോയാൽ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് ഒരിക്കലും എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് കീപ് ട്രൈയിങ്. അതേപോലെ നമ്മളുടെ കൂടെ ഈ ഒരു മേഖലയിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു പറ്റം വിദ്യാർത്ഥികളുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങൾക്ക് മെൻ്റലി ഇമോഷണലി ഒക്കെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കാനായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കാം. നിങ്ങൾ കയറിയിട്ട് ഞങ്ങളുടെ കൂടെ പഠിക്കാനായിട്ട് ഈ പറഞ്ഞിരിക്കുന്നതിലൂടെ ഒക്കെ കടന്നു പോകാനും ഒരു ടീമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തോളൂ. ഓക്കെ, നിങ്ങളുടെ കൂടെ സപ്പോർട്ടിനായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്ക് ഫ്രീ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഫ്രീ ക്ലാസ്സുകളുടെ ലിങ്കൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. കൂടുതൽ അറിയാനായിട്ട് നമ്മളൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പം എല്ലാവർക്കും വിഷിങ് യു ഓൾ ദി വെരി സക്സസ്. ആൻഡ് നിങ്ങൾ റെഡി ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു മേഖലയിലൂടെ ഒക്കെ പോകാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ കമൻറ്റ് ദ ബോക്സ്. എന്താണ് കമൻറ്റ് ഇൻ ദ ബോക്സ്? എന്താണ് ചെയ്യേണ്ടത്? ഐ ആം റെഡി ടു ഫേസ്. എന്താണ് ഐ ആം റെഡി ടു ഫേസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.